ആരോഗ്യമുള്ള ശരീരവും സചേതനമായ മനസ്സും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യോഗാചാര്യനായ സാം ദുബായിലെത്തിയത് ഗൾഫ് മലയാളികൾക്ക് ആരോഗ്യത്തിൻ്റെ പുതിയ വഴി കാണിച്ചു കൊടുക്കുവാനാണ്. ഈ യുവാവ് എന്താണ് ഗൾഫുകാരോട് പറയുന്നത്? ഒരു നിയോഗം പോലെയാണ് സാം എസ് ബാബു ഗൾഫിലെത്തിയത്. തിരക്കു പിടിച്ച യാന്ത്രികതയ്ക്കിടയിൽ ശരീരവും മനസ്സും മറന്നു ജീവിക്കുന്നവരെ അതോർമ്മിപ്പിക്കാൻ യോഗയുടെ സന്ദേശവുമായാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യോഗാചാര്യനായ സാം എത്തിയത്. ഗൾഫിന്റെ വിവിധ മേഖലകളിൽ പിതാവും യോഗ മാസ്റ്ററുമായ VC സുരേഷിനോടൊപ്പം സാം ക്ലാസ് നയിക്കും. ചെറുപ്പം തൊട്ട് 5 വയസ്സ് തൊട്ട് ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ അതൊരു ക്രേസായി ജീവിതത്തിൽ. പിന്നെ അങ്ങനെ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ശിവാനന്ദാശ്രമത്തിൽ പോയി. ശിവാനന്ദാശ്രമത്തിൽ പോയിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു മെൻ്റലി ആൻഡ് ഫിസിക്കലി ബെനിഫിറ്റ്സ് കിട്ടിയപ്പം പെട്ടെന്ന് പിന്നെ അതിലേക്ക് ഡിവോട്ടഡായി. 18 വയസ്സിനുള്ളിൽ യോഗാചാര്യനായ സാമിന് നേട്ടത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. നൂലുണ്ട നൂലായ കഥയാണ് ഇതിലൊന്ന്. നമ്മൾ എന്ന സിനിമയിലെ താരമായിരുന്ന വിജീഷിന്റെ 106 കിലോയുടെ ശരീരഭാരം 69ലേക്ക് എത്തിച്ചത് സാം ആയിരുന്നു. നമ്മൾ സിനിമയിൽ കണ്ട വിജീഷിനെ ക്ലാസ്മേറ്റിൽ കണ്ടപ്പോൾ പലരും തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടു. 3 മാസം കൊണ്ട് സാം യോഗ പരിശീലിപ്പിച്ച് വിജീഷിന്റെ തടി 37 കിലോ കുറച്ചു. ഞാനവിടെ രാമോജി ഫിലിം സിറ്റിയിൽ ഹൈദരാബാദിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് വിജീഷിനെ കാണുന്നത്. വിജീഷ് നൂലിൻ്റെ കാണുന്നത്. അവിടെ വെച്ചിട്ട് അവനിങ്ങനെ ഭക്ഷണം അധികം കൺട്രോൾ ചെയ്യാതെ തടി കുറയ്ക്കാനായിട്ട് അവന് ഓവർ തടിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തുക്കളായി. അപ്പോൾ തടി കുറയ്ക്കാനായിട്ട് യോഗയിൽ വല്ല വഴിയുണ്ടോയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഭക്ഷണം അധികം കുറയ്ക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, യോഗയിൽ ഒരു തിയറി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ച് പേരെ. അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് പിന്നെ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലെത്തി. വിജീഷ് വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി പ്രാക്ടീസ് ചെയ്ത് അത് വിജയിച്ചു. വിജീഷിന്റെ പഴയ ശരീരഭാരത്തിന് തുല്യമാണ് 50% ഗൾഫുകാരുടെയും ശരീരം. ഗൾഫിൻ്റെതായ കാരണങ്ങൾ അതിനുണ്ട്. യാന്ത്രികമായ ജീവിതവും തിരക്കു പിടിച്ച ഓട്ടവും കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. കൂടുതൽ വർക്ക് ചെയ്യാനും തയ്യാറാവപ്പോഴും നാട്ടിലെ ആൾക്കാരാണ്. മാത്രമല്ല അവരുടെ ശരീരം ഒന്നുകൂടെ ഫ്ലെക്സിബിളാണ്. മാത്രമല്ല ഇവിടുത്തെ ആൾക്കാർ ടൈം ഷെഡ്യൂൾ വളരെ കുറച്ച് സമയം ഒഴിവുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ടാണ് അവരിവിടെ തന്നെ. അവിടെ അങ്ങനെയല്ല, അവർ പലരും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും യോഗയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവിടെ അവർ വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങൾക്ക് എല്ലാറ്റിനും അവരുടെ ജീവിതശൈലിക്ക് അനുസരിച്ചുള്ള രീതിയിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആവാനായിട്ട് വേണ്ടി മാത്രമാണ് അവിടെ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. യോഗയ്ക്കായുള്ള അർപ്പിത കുടുംബമാണ് സാമിൻ്റേത്. പിതാവ് സുരേഷിനോടൊപ്പം അനിയൻ ശ്യാമും സഹോദരി ഷിയയും യോഗ അഭ്യസിക്കുന്നു. ശിവാനന്ദ ആശ്രമത്തിൽ നിന്ന് യോഗ പരിശീലനം പൂർത്തിയാക്കിയ സാം യോഗാചാര്യനായത് 4 വർഷം മുൻപാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം പൂർണ്ണമായി നിലനിർത്തി സചേതനമായ ജീവിതം തുടരാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? സാം എന്ന ചെറുപ്പക്കാരൻ പകരുന്ന സന്ദേശം നിരവധി പേരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.